ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ നെഗറ്റീവ് നമ്പേഴ്സ് അഥവാ ന്യൂനസംഖ്യകളിലെ 4ാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 138-ലെ 3ാമത്തെ ചോദ്യമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇവിടെ ചോദ്യം ഇതാണ്: ഇൻ ഈച്ച് ഓഫ് ദി ഇക്വേഷൻസ് ബിലോ ഫൈൻഡ് y when x ഈസ് ദ ഗിവൺ നമ്പർ. അതായത് വൈയുടെ വിലയാണ് കാണേണ്ടത്. എക്സിന്റെ വില ഇവിടെ തന്നിട്ടുണ്ട്, ഒരു ഇക്വേഷനും തന്നിട്ടുണ്ട്, ഒരു സമവാക്യം തന്നിട്ടുണ്ട്. ആ സമവാക്യത്തിനകത്ത് എക്സിന്റെ വില ഇട്ട് കൊടുത്ത് വൈയുടെ വില കാണുക. അതിലെ ഒന്നാമത്തെ ചോദ്യമാണ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ, എക്സ് ഈക്വൽ ടു -1. അതായത് എക്സിന്റെ വില -1 ആണ്, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ y കിട്ടുമല്ലോ. y ഈക്വൽ ടു എക്സ് എവിടെയുണ്ടോ അവിടെ എക്സിന്റെ വിലയായ -1 കൊടുക്കുക. -1 സ്ക്വയർ, സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം -1നെ ഗുണിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ 2 നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആവും നമുക്കറിയാം. 1 × 1 1 തന്നെയാണെന്നും അറിയാം. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 1 എന്ന് കിട്ടിയില്ലേ? y ഈക്വൽ ടു 1 എന്ന് കിട്ടിയില്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം എന്താന്ന് നോക്കാം. ചോദ്യം ഇതാണ്: y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2. എക്സിന്റെ വില -1 തന്നിട്ടുണ്ട്. എക്സ് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെ -1 ഇട്ട് കൊടുക്കുക. അപ്പോൾ y ഈക്വൽ ടു -1 സ്ക്വയർ പ്ലസ് 3x എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു എക്സ്. അപ്പോൾ 3 ഇൻറ്റു -1, എക്സിന്റെ വില -1 ആണല്ലോ, പ്ലസ് 2. ഇനി -1ന്റെ സ്ക്വയർ ഞാൻ പറഞ്ഞു 1 ആണെന്ന് പറഞ്ഞു. ഇനി 3 ഇൻറ്റു 1 3 ആണ്. പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണ് ആൻസർ. അപ്പം -3 പ്ലസ് 2. ഇനി നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവ് 2 കൂടെ കൂട്ടിയിട്ട് സബ്ട്രാക്ട് ചെയ്യാം. പോസിറ്റീവ് കൂട്ടുമ്പോൾ 1ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 3 ആവും. 3 - 3 ആൻസർ എത്ര വന്നു? 0 എന്ന് വന്നു. അപ്പോൾ വൈയുടെ വില എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ നോക്കാം. y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2. എക്സിന്റെ വാല്യൂ -2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെ -2 ഇട്ട് കൊടുക്കാം. -2 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു -2 പ്ലസ് 2. അപ്പം -2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -2നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 3 ഇൻറ്റു 2 6 ആണ്. പിന്നെ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആവും. അപ്പം -6 എന്ന് വരും. പ്ലസ് 2 അതേപോലെ എഴുതി. ഇനി -2 ഇൻറ്റു -2, 2 നെഗറ്റീവ് മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ അത് പോസിറ്റീവ് ആവും. 2 2s are 4, -6 പ്ലസ് 2. ഇവിടെയും നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സ് തമ്മിൽ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ +4ഉം +2ഉം 4 2 6 ആണ്. 6ൽ നിന്ന് 6 മൈനസ് ചെയ്യുമ്പോൾ ആൻസർ 0 എന്ന് വന്നു. അപ്പോൾ വൈയുടെ വാല്യൂ 0 കിട്ടിയല്ലോ. ഇനി നാലാമത്തെ പാർട്ട് നോക്കാം. y ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. എക്സിന്റെ വാല്യൂ -1 ആണ്. അപ്പോൾ y ഈക്വൽ ടു എക്സ് എവിടെ വന്നോ അവിടെയൊക്കെ -1 കൊടുക്കുക. -1 പ്ലസ് 1 ഇൻറ്റു -1 പ്ലസ് 2. ഇവിടെ 2 ബ്രാക്കറ്റ് ആണ്. അപ്പോൾ ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യണം ആദ്യം. അപ്പോൾ y ഈക്വൽ ടു -1 പ്ലസ് 1 എന്താ? സെയിം നമ്പർ ഓപ്പോസിറ്റ് സൈൻ ആകുമ്പോൾ ആൻസർ എന്ത് വരും? 0 വരും. ഇവിടെ ഇടയ്ക്ക് എന്താണ്? ഇൻറ്റു ആണ്. അപ്പോൾ 0 ഇൻറ്റു ഏത് നമ്പർ വന്നാലും ആൻസർ 0 ആണ്. ഇനി ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -1 പ്ലസ് 2 എന്ന് പറയുമ്പോൾ ആൻസർ 1 ആണ്. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. 0 ഇൻറ്റു 1 0 ആണ്. ഇവിടെ അഞ്ചാമത്തത് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. എക്സിന്റെ വാല്യൂ -2 ആണ്. അപ്പോൾ എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ -2 ഇട്ട് കൊടുക്കാം. -2 പ്ലസ് 1 ഇൻറ്റു -2 പ്ലസ് 2. കണ്ടോ? ഇവിടെ -2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണ്. സബ്ട്രാക്ട് ചെയ്യുക, കുറയ്ക്കുക. 2ൽ നിന്ന് 1 പോകുമ്പോൾ 1. വലിയ നമ്പറായ 2ന്റെ സൈൻ മൈനസ് ആയതുകൊണ്ട് -1 ഇൻറ്റു ഇത് കണ്ടോ, സെയിം നമ്പർ അല്ലേ, ഓപ്പോസിറ്റ് സൈൻ അല്ലേ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 0 ആയി. ഏത് നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ 0 ആയി. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം ചെയ്യാം. നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതാണ്: y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4. y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 തന്നിട്ടുണ്ട്. ഇവിടെ ടേക്ക് ഡിഫറെന്റ് നമ്പേഴ്സ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ് എക്സ് ആൻഡ് കാൽക്കുലേറ്റ് y. എക്സിന് പോസിറ്റീവ് നെഗറ്റീവ് വിലകൾ കൊടുത്തിട്ട് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം.
വൈ ഈസ് വൈ പോസിറ്റീവ് ഓർ സീറോ. എല്ലാ കേസിലും ഒന്നുകിൽ വൈ സീറോ അല്ലെങ്കിൽ വൈ പോസിറ്റീവായിട്ട് കിട്ടത്തുള്ളൂ. എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നെഗറ്റീവ് വാല്യൂ പോസിറ്റീവ് വാല്യൂ എക്സിന് ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം എക്സിന് +1 ഇട്ട് കൊടുക്കാം. അപ്പോൾ വൈ ഈക്വൽ ടു എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ 1 ഇട്ട് കൊടുക്കുക. 1² പ്ലസ് 4x എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എക്സ് ആണ്. 4 ഇൻറ്റു 1 പ്ലസ് 4. 1² എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 ആണ്. 1 ഇൻറ്റു 1 1 തന്നെ. പ്ലസ് ഞാൻ പറഞ്ഞിരുന്നു മൾട്ടിപ്ലിക്കേഷനും അഡിഷനും ഒക്കെ വരുമ്പോൾ അഡിഷൻ ആദ്യം ഇട്ട് വെക്കുക, എന്നിട്ട് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. ബോർഡ് മാസ് റൂൾ ഓർക്കുന്നുണ്ടോ? ആദ്യം മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാൽ അഡിഷൻ ചെയ്യാവുള്ളൂ. 4 ഇൻറ്റു 1 4 പ്ലസ് 4. ഇവിടെ നോക്കിക്കേ, 4 4 8 1 9. വൈയുടെ വാല്യൂ 9 എന്ന് കിട്ടിയല്ലോ. ആൻസർ എന്താണ്? പോസിറ്റീവ് ആണ്, അതിസംഖ്യയാണ്. ഇനി നമുക്ക് ഒരു നെഗറ്റീവ് വാല്യൂ ഇട്ട് കൊടുക്കാം. അതായത് എക്സിന് -1 ഇട്ട് കൊടുക്കാം. അപ്പോൾ വൈ എന്ത് കിട്ടുമെന്ന് നോക്കാം. വൈ ഈക്വൽ ടു -1² പ്ലസ് 4 ഇൻറ്റു -1 പ്ലസ് 4. എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെ -1 ഇട്ട് കൊടുത്തു. -1² എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു -1. അതിൻ്റെ ആൻസർ എന്താണ്? 1. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആവും. 1 ഇൻറ്റു 1 1 തന്നെ. ഇനി ഇവിടെ 4 ഇൻറ്റു -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4 ആയല്ലോ. പ്ലസ് 4. ഇവിടെ നോക്കിക്കേ, -4ഉം +4ഉം ക്യാൻസൽ ആയിപ്പോ, അല്ലെങ്കിൽ ആൻസർ 0 ആയിപ്പോ. ലാസ്റ്റ് ആൻസർ 1 വന്നു. ഇതും പോസിറ്റീവ് അല്ലേ? ഞാൻ ഇവിടെ പ്ലസ് സൈൻ ഇട്ട് പോസിറ്റീവ് നമുക്ക് മനസ്സിലാകാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതാതെ. ഇനി എക്സിന് 2 ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് വരുമെന്ന് നോക്കിയേ. വൈ ഈക്വൽ ടു 2² പ്ലസ് 4 ഇൻറ്റു 2 പ്ലസ് 4. 2² എത്രയാണ്? 4 പ്ലസ് 4 2s are 8 പ്ലസ് 4 16 എന്ന് കിട്ടിയല്ലോ. അതും പോസിറ്റീവ് അല്ലേ? ഇനി എക്സിന് -2 ഇട്ട് നോക്കാം. അപ്പോൾ വൈ ഈക്വൽ ടു -2² പ്ലസ് 4 ഇൻറ്റു -2 പ്ലസ് 4. -2ന്റെ സ്ക്വയർ എന്താ? 2ന്റെ സ്ക്വയർ 4 ആണ്. 2 ഇൻറ്റു 2 4. മൈനസിൻ്റെ മൈനസ് പോസിറ്റീവായി. ഇപ്പോൾ 4. ഇവിടെ 4 2s are 8 ആണ്. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആകുമ്പോൾ -8 പ്ലസ് 4. നോക്കിക്കേ, 4 പ്ലസ് 4 പോസിറ്റീവ് രണ്ടും കൂടെ എടുക്കുക. 4ഉം പ്ലസ് 4ഉം 8. 8 മൈനസ് 8 എന്താ? 0. ആൻസർ 0 ആയിട്ട് വന്നില്ലേ? അപ്പോൾ ഇവിടെ എല്ലാം നോക്കിക്കേ, നമ്മൾ ഏത് വാല്യൂസ് വേണമെങ്കിലും എടുത്തോ, പോസിറ്റീവ് എടുത്തോ നെഗറ്റീവ് എടുത്തോ, ഒന്നുകിൽ 0 വരും, അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ് അതിസംഖ്യയെ വരത്തുള്ളൂ. കാരണം ഇവിടെ എന്താ? സ്ക്വയർ കിടപ്പുണ്ട് അല്ലേ? സ്ക്വയർ കിടക്കുമ്പോൾ ആ ആൻസർ, ആ ടേം കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവായിട്ട് വരും. പിന്നെ ഇവിടെ അഡിഷൻ ആണ് എല്ലാം കിടക്കുന്നത് അല്ലേ? അപ്പോൾ ആൻസർ പോസിറ്റീവോ 0യോ വരത്തുള്ളൂ, നെഗറ്റീവ് വരികയില്ല. ഇനി 5ാമത്തെ ചോദ്യം ചെയ്യാം. 5ാമത്തെ ചോദ്യം ഇതാണ്. നാച്ചുറൽ നമ്പേഴ്സ്, their negatives and 0 can be together called integers. അതായത് എണ്ണൽ സംഖ്യകളും അവയുടെ ന്യൂനങ്ങളും പിന്നെ പൂജ്യവും ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണല്ലോ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? ഇതിനകത്ത് 2 പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ പാർട്ട്, ഹൗ മെനി പെയർസ് ഓഫ് ഇൻറ്റിജേഴ്സ് എക്സ് വൈ ക്യാൻ യു ഫൈൻഡ് സാറ്റിസ്ഫൈങ് ദ ഇക്വേഷൻ x² പ്ലസ് y² ഈക്വൽ ടു 25. അതായത് x² പ്ലസ് y² ഈക്വൽ ടു 25 എന്ന ഈ സമവാക്യം ശരിയാകണമെങ്കിലുള്ള എക്സിൻ്റെയും വൈയുടെയും വിലകൾ എത്ര പെയർ ഉണ്ടാക്കാം? എക്സും വൈയും കൂടെ ആയതുകൊണ്ടാണ് പെയർ എന്ന് ഉദ്ദേശിച്ച ജോഡി, എത്ര ജോഡികൾ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തുക എപ്പോഴും 25 ആകുകയും വേണം. നമുക്ക് എക്സിന് 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ 0² പ്ലസ് 0² 0 തന്നെയല്ലേ? ആ 0യുടെ കൂടെ എത്ര കൂട്ടിയാലേ 25 കിട്ടത്തുള്ളൂ? 25 കൂട്ടണം. ആ 25 എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ അല്ലേ? 5ന്റെ സ്ക്വയർ ആണ് 25. ശരിയല്ലേ? ഇപ്പം ഇത് ശരിയായല്ലോ. അപ്പോൾ ഇവിടെ എക്സിന് എന്ത് കൊടുത്തു? ആദ്യത്തെ എക്സ് ആണ്, അതിന് 0ഉം വൈക്ക് 5ഉം അല്ലേ കൊടുത്ത്. അപ്പോൾ ആദ്യത്തെ പെയർ നമുക്ക് എന്ത് കിട്ടി? 0 5 0 5 എന്നുള്ള പെയർ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 0യും -5ഉം കൊടുത്താൽ എന്ത് വരുമെന്ന് നോക്കാം. 0² പ്ലസ് -5ന്റെ സ്ക്വയർ. നെഗറ്റീവിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അതിസംഖ്യ ആയിരിക്കും. ഇനി 5ന്റെ സ്ക്വയർ 25 അല്ലേ? 0ന്റെ സ്ക്വയറോ 0 തന്നെ. 0 25 കൂടെ കൂട്ടുമ്പോൾ 25 ആയില്ലേ? അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ പെയർ എന്താണ്? 0 - 5.
മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് ഇതിനെ നേരെ തിരിച്ചിടാം. അതായത് എക്സിന്റെ സ്ഥാനത്ത് 5ഉം വൈയുടെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കാമല്ലോ. അപ്പൊ 5 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ, 5ന്റെ സ്ക്വയർ 25 അതിന്റെ കൂടെ 0 കൂട്ടുമ്പോൾ 25 തന്നെയല്ലേ കിട്ടുന്നത്. അപ്പൊ ഇവിടെ എന്ത് വന്നു? 5 0 എന്നുള്ള പെയർ കിട്ടി. അതേപോലെ -5 സ്ക്വയർ പ്ലസ് 0 സ്ക്വയറും എന്ത് തന്നെയാണ്? 25. അപ്പൊ ഇവിടുത്തെ പെയർ -5 0. ഇനി നമ്മൾ ഒരു 4 കൊടുത്തു, എക്സിന് 4 കൊടുത്തു. അപ്പൊ 4ന്റെ സ്ക്വയർ 16. 16ന്റെ കൂടെ എത്ര കൂട്ടണം? 16ന്റെ കൂടെ 9 കൂട്ടുമ്പോ എന്ത് വന്നു? 25 വന്നു. ശരിയാണോ? അപ്പൊ നമ്മൾ ഇതുപോലുള്ള പെയർ ഉണ്ടാക്കണം. 16 എന്ന് പറഞ്ഞത് എന്തിന്റെ സ്ക്വയർ ആണ്? 4ന്റെ സ്ക്വയർ ആണ്. പിന്നെ 9 എന്ന് പറഞ്ഞ ഏതിന്റെ സ്ക്വയറാ? 3ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 25 വന്നില്ലേ? അപ്പൊ ഇവിടെയുള്ള എക്സും വൈയും എന്താണ്? 4ഉം 3ഉം. മനസ്സിലായോ? ഇനി ഈ 4ഉം 3ഉം തന്നെ രണ്ടും നെഗറ്റീവായിട്ട് വരാമല്ലോ. അപ്പൊ -4 സ്ക്വയർ പ്ലസ് -3 സ്ക്വയറും 25 അല്ലേ? -4ന്റെ സ്ക്വയർ, നെഗറ്റീവിന്റെ സ്ക്വയർ പോസിറ്റീവ്, അപ്പൊ 4ന്റെ സ്ക്വയർ 16 വന്നു. പിന്നെ നെഗറ്റീവിന്റെ സ്ക്വയർ ഇവിടെയും പോസിറ്റീവ് ആവും, 3യുടെ സ്ക്വയർ 9 വന്നു, 25 ആയാലും. അപ്പൊ ഇവിടെ ഉള്ള പെയർ എന്താ? -4 -3. ഇനി ഇവിടെ 4 ആദ്യം എടുത്ത്, രണ്ടാമതാണ് 3 എടുത്ത്. അതിനെ നേരെ തിരിച്ചു ആക്കാവല്ലോ. അപ്പൊ കിട്ടുന്ന പെയർസ് ഏതൊക്കെയാണ്? 3 4. അതുപോലെ -3 -4. ഇനി -4നെ -3 തിരിച്ചെഴുതുമ്പോഴോ? ആദ്യം -3 പിന്നെ -4, ഒരു പേരും കൂടെ ആയല്ലോ. ഇനി ഒരിടത്ത് മാത്രം നെഗറ്റീവ് ആകാമല്ലോ. അപ്പം 3 -4 വരാം, -3 4 വരാം. അതേപോലെ 4 -3 വരാം, -4 3 വരാം. അപ്പൊ ഇത്രയും പെയേഴ്സ് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ വേറെ നമ്പേഴ്സ് ഏതെങ്കിലും പറ്റുമോ? ഇപ്പൊ എക്സിന് 0 തുടങ്ങി 1 ഇട്ട് നോക്കുമ്പോൾ 1 സ്ക്വയർ 1 പ്ലസ് 24 ആണ് 25. 24 ഒന്നിൻ്റെയും സ്ക്വയർ അല്ല. അതുകൊണ്ട് നമുക്ക് ആ 1 എക്സിന് 1 ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. എക്സിന് 2 ഇടുമ്പോഴോ 2 സ്ക്വയർ 4 വരും. 4 പ്ലസ് 21 ആണ് 25. അപ്പൊ 21ഉം ഒന്നിൻ്റെയും സ്ക്വയർ അല്ല. അതുകൊണ്ട് 2 ഇടാനും പറ്റത്തില്ല. പിന്നെ 3 നമ്മൾ ഇട്ടു, അപ്പോൾ 4 വന്നു ആണല്ലോ. 5 ഇവിടെ ഓൾറെഡി കിട്ടി. അപ്പൊ ഇത്രയും പെയേഴ്സ് ആണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതായത് 1 2 3 4 5 6 7 8 9 10 11 12 12 പെയേഴ്സ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. x² - y² = 25. ഇവിടെ സബ്ട്രാക്ഷൻ ആണ് അല്ലെ. സ്ക്വയർ കാണുമ്പോൾ ഉത്തരം എന്താണേലും പോസിറ്റീവ് ആവും, അത് മനസ്സിലുണ്ടാവണം. പിന്നെ വലുതിൽ നിന്ന് ചെറുത് കുറച്ചാലേ ആൻസർ പോസിറ്റീവ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ 5² - 0², നമ്മൾ ആദ്യം എടുത്തത് 0ഉം 5ഉം ആണ് നേരത്തെ ചോദ്യത്തിൽ, അത് ഓർത്താൽ മതി. ആ പെയർ തന്നെ എടുത്ത് നമുക്ക് നോക്കാം. അപ്പോൾ 5² - 0², 5² 25 ആണ്. 25 - 0 25 വന്നല്ലോ. അപ്പൊ ഏതാണ് പെയർ? 5 0. ഇനി ഇവിടെ -5² - 0², അതും 25 അല്ലേ? അപ്പൊ -5 0ഉം ശരിയാവും. പക്ഷെ ഇത് തിരിച്ചിട്ടാൽ 0 5, നമ്മൾ നേരത്തെ തിരിച്ചും കൂടെ ഇട്ടു അല്ലെ. അപ്പൊ ഇവിടെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ 0 - 5² എന്നല്ലേ വരുന്നത്. 0² - 5², 0² - 5² എന്ന് പറയുമ്പോൾ 0 - 25 -25 ആവും. നമുക്ക് കിട്ടേണ്ട എന്താ? +25. അപ്പം എക്സിന് 0 എടുക്കാൻ പറ്റുമോ? ഇല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വേറെ ഏതെങ്കിലും പെയർ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ ശ്രമിച്ചിട്ട് കമന്റ് ബോക്സിൽ ആൻസർ പറഞ്ഞാൽ മതി. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ ചോദ്യം ഇതാണ്. 1 × 2 × 3 × 4 × 5 120 ആണെങ്കിൽ -1 × -2 × -3 × -4 × -5 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സെയിം നമ്പേഴ്സ് ആണല്ലോ, നെഗറ്റീവ് ഇല്ലാതെ നോക്കിയാൽ സെയിം നമ്പേഴ്സ് അല്ലേ. അപ്പൊ ആൻസറിൽ 120 തന്നെ വരും. പക്ഷെ സൈൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ എത്ര നെഗറ്റീവ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 5 നെഗറ്റീവ്. അതായത് നെഗറ്റീവ്സ് ഈവൻ ആണെങ്കിൽ, ഇരട്ടസംഖ്യ ആണെങ്കിൽ ഗുണിക്കുമ്പോൾ ആൻസർ പോസിറ്റീവ് ആകും. ഇനി നെഗറ്റീവുകളുടെ എണ്ണം
ഒറ്റ സംഖ്യ ആണെങ്കിൽ, ഓടാണെങ്കിൽ, ഒറ്റ സംഖ്യ ആണെങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. 5 എന്ന് പറയുന്ന ഒറ്റയല്ലേ? ഒറ്റ എന്ന് പറയുമ്പോൾ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? ഇനി 7ാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ നോക്കൂ, 1 × 2 × 3 × 4 × 5 120 ആണ് തന്നിട്ടുണ്ട് മുമ്പത്തെ ചോദ്യത്തിൽ. പ്ലസ് -1 × -2 × -3 × -4 × -5 നമുക്കിപ്പോൾ -120 ആണ് കിട്ടി. നോക്കിക്കേ, സെയിം നമ്പർ ഓപ്പോസിറ്റ് സൈൻ അല്ലേ? ഇവിടെ പ്ലസ് ഇടേണ്ട ആവശ്യമുണ്ടോ? പ്ലസ് ഇല്ലാതെ തന്നെ നമുക്ക് 120 -120 എന്ന് എഴുതാം. പ്ലസും മൈനസും കൂടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ആ പ്ലസിനെ മാറ്റിയിട്ട് മൈനസ് മാത്രം ഇടാം. 120 120 പോയാൽ ആൻസർ 0. ഇപ്പം എല്ലാ ചോദ്യങ്ങളും എഴുതി പഠിക്കുക.